ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത. ശബരിമലയിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കൊള്ള നടക്കുന്നുവെന്ന് 12 വർഷം മുൻപ് വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊടിമരത്തിൽ പെയിന്റ് അടിച്ചതും കോടികളുടെ പണപ്പിരിവും ഉൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിലുണ്ട്. തട്ടിപ്പ് സംബന്ധിച്ച് അതീവ ഗുരുതര വിജിലൻസ് മുന്നറിയിപ്പുകൾ ദേവസ്വം ബോർഡ് അവഗണിച്ചതായി വിവരാവകാശ രേഖകളും വ്യക്തമാക്കുന്നു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് അമൃത ന്യൂസിന് ലഭിച്ചു. ശബരിമലയുടെ ചൈതന്യത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥ സ്പോൺസർ മാഫിയ സന്നിധാനത്ത് പിടിമുറുക്കിയിരുന്നതായി 12 വർഷം മുൻപ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. 2013 അന്നത്തെ വിജിലൻസ് SP CP ഗോപകുമാറാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. തന്ത്രിയുടെയോ ബോർഡിന്റെയോ അനുമതിയില്ലാതെ കൊടിമരത്തിന്റെ ചൂട്ടിലെ ശില്പങ്ങളിൽ സ്വർണ്ണ നിറത്തിലുള്ള ചായം അടിച്ചതായിരുന്നു പ്രധാന കണ്ടെത്തൽ. ചെന്നൈയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ചെലവിൽ തന്നിഷ്ടപ്രകാരമാണ് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ M സതീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K രാജൻ എന്നിവർ ഇത് ചെയ്തത്. ചൈതന്യലോപത്തിന് ഇത് കാരണമായെന്ന് തന്ത്രിമാരായ കണ്ഠരർ രാജീവരനും കണ്ഠരർ മഹേശ്വരനും അന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. മാത്രമല്ല, സ്പോൺസർഷിപ്പിന്റെ മറവിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കോടികളുടെ പണപ്പിരിവ് നടക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. പിരിച്ചെടുക്കുന്ന തുകയുടെ ചെറിയ പങ്ക് മാത്രം ശബരിമലയിൽ ചെലവാക്കുകയും ബാക്കി തുക ഉദ്യോഗസ്ഥരും സ്പോൺസർമാരും വീതിച്ചെടുക്കുന്നുവെന്നുമാണ് കണ്ടെത്തിയിരുന്നത്. പ്രതിഫലമായി സ്പോൺസർമാർക്ക് സന്നിധാനത്ത് VIP പരിഗണനയും നൽകി വന്നു. 2012 ഏപ്രിൽ 4 ഇരുവരും ചേർന്ന് അനുമതിയില്ലാതെ സന്നിധാനത്ത് ഒറ്റത്താമ്പൂല പ്രശ്നവും നടത്തി. ഇക്കാര്യം ദേവസ്വം ഓംബുഡ്സ്മാന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തതോടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് കളമൊരുങ്ങിയത്. ഗുരുതര വീഴ്ച വരുത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസറെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്യാനും വകുപ്പ് തല നടപടി സ്വീകരിക്കുവാനും അന്നത്തെ ലേസൺ ഓഫീസറായിരുന്ന P ബാലനെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഭരണതലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഈ റിപ്പോർട്ട് പൂഴ്ത്തി. ഈ അനാസ്ഥയാണ് പിന്നീട് ശബരിമലയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കവർച്ചയടക്കമുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന. ബോർഡിന്റെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ യാതൊരു സ്പോൺസർഷിപ്പും പാടില്ലെന്ന കർശന നിർദ്ദേശവും അന്ന് കാറ്റിൽ പറത്തി. ദേവസ്വം വിജിലൻസ് അന്ന് നൽകിയ മുന്നറിയിപ്പ് മുഖവിലേക്കെടുത്തിരുന്നെങ്കിൽ ശബരിമലയുടെ ചരിത്രത്തിലെ വലിയ കവർച്ചകളും അഴിമതികളും തടയാമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന രേഖകൾ തെളിയിക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.